ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് സമാന്തര ശ്രേണികൾ അഥവാ അരിത്മെറ്റിക് സീക്വൻസസ്. ഇവിടെ ചിത്രത്തിൽ 4 സമചതുരങ്ങൾ തന്നിട്ടുണ്ട്. ഓരോ സമചതുരത്തിൻ്റെയും വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദി sides of the squares are 1 centimeter, 2 centimeter, 3 centimeter, 4 centimeter. നമുക്കിവിടെ ഓരോ സമചതുരത്തിൻ്റെയും ചുറ്റളവ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് സമചതുരങ്ങളുടെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? ചിത്രത്തിലെ ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടാൻ സമചതുരത്തിൻ്റെ 4 വശങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് 1 കൂട്ടണം 1 2, 2 കൂട്ടണം 1 3, 3 1 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ 2 2 4, 4 2 6, 6 2 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് 8 സെൻറ്റിമീറ്റർ. അതേപോലെ മൂന്നാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് 3 3 6, 6 3 9, 9 3 12 എന്ന് കിട്ടും. നാലാമത്തെ സമചതുരത്തിൻ്റെ ചുറ്റളവ് നമുക്ക് എത്ര കിട്ടും? 4 4 8, 8 4 12, 12 4 16 എന്ന് കിട്ടും. അല്ലെങ്കിൽ സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ സൈഡിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? സമചതുരത്തിൻ്റെ ചുറ്റളവ് കിട്ടും. അതായത് ഈ ചിത്രത്തിലെ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്റർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് ഈ ചിത്രത്തിലെ ഓരോ സമചതുരങ്ങളുടെയും പരപ്പളവ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പരപ്പളവ് കണ്ടുപിടിക്കുക? വശം ഇൻറ്റു വശം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പരപ്പളവ് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ ഈ വശവും ഈ വശവും കൂടെ നമ്മൾ ഗുണിക്കാം. അപ്പോൾ വശം ഇൻറ്റു വശം ചെയ്താൽ 1 ഗുണിക്കണം 1 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നാമത്തെ സമചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടും. അപ്പോൾ 1 ഇൻറ്റു 1 അല്ലേ, 1 ചാസേമി. ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ക്വയർ ഈസ് 1 സ്ക്വയർ സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടാൻ സൈഡ് ഇൻറ്റു സൈഡ് 2 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. സെക്കൻഡ് സ്ക്വയറിൻ്റെ ഏരിയ എത്ര വരിക? 2 ഇൻറ്റു 2 4 ചതുരശ്ര സെൻറ്റിമീറ്റർ, 4 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതേപോലെ മൂന്നാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ 3 ഇൻറ്റു 3 ഇൻറ്റു 3 9 9 ചാസേമി അല്ലെങ്കിൽ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതുപോലെ നാലാമത്തെ സ്ക്വയറിൻ്റെ പരപ്പളവ് ഏരിയ നമുക്ക് 4 ഇൻറ്റു 4 16 എന്ന് കിട്ടും അല്ലേ. 16 ചാസേമി 16 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ വശങ്ങളുടെ നീളം, ചുറ്റളവ്, പരപ്പളവ്, സൈഡ്സ്, പെരിമീറ്റർ, ഏരിയ ഇതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഓരോ സമചതുരത്തിൻ്റെയും വശങ്ങളുടെ നീളം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 1 2 3 4 അല്ലേ, ഇങ്ങനെ പോകും. ഇനി ഓരോ സമചതുരത്തിൻ്റെയും ചുറ്റളവ് പെരിമീറ്റർ എഴുതുകയാണെങ്കിൽ നമുക്ക് 4 8 12 16 ഇങ്ങനെ പോകും. ഇനി ഇതേപോലെ പരപ്പളവ് ഓരോ സമചതുരത്തിൻ്റെയും ഏരിയ നമ്മൾ എഴുതുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 1 4 9 16 അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വശങ്ങളുടെ നീളം, സൈഡ്സിൻ്റെ ലെങ്ത് ആണ് ഫസ്റ്റ് സെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത സെറ്റായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് 4 8 12 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചുറ്റളവാണ്. ഈ കാണുന്നത് ചുറ്റളവാണ്, അതായത് പെരിമീറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. അടുത്ത നമ്പറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 9 16 ആണ് അല്ലേ. എന്താണ് ഈ 1 4 9 16? ഇതെന്താണ്? ഓരോ സമചതുരത്തിൻ്റെയും ഏരിയ ആണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി
അഥവാ നമ്പർ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നമ്പർ സീക്വൻസ് ആണ്, ഇത് വേറൊരു നമ്പർ സീക്വൻസ് അഥവാ സംഖ്യാശ്രേണിയാണ്. അപ്പോൾ എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ലൈക്ക് ദിസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കാൾഡ് എ നമ്പർ സീക്വൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് 3 നമ്പർ സീക്വൻസ് ആണ്, 3 നമ്പർ സീക്വൻസ്. ഈ നമ്പർ സീക്വൻസിന്റെ അല്ലെങ്കിൽ ഈ സംഖ്യാ ശ്രേണികളുടെ പ്രത്യേകത എന്താണ്? ഒന്നാമത്തെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമചതുരത്തിന്റെ വശങ്ങളുടെ ശ്രേണിയാണ്, വശങ്ങളുടെ നീളത്തിന്റെ ശ്രേണി. രണ്ടാമത്തെ ശ്രേണി എന്ന് പറഞ്ഞാൽ സമചതുരത്തിന്റെ ചുറ്റളവിന്റെ അഥവാ പെരിമീറ്ററിന്റെ ശ്രേണിയാണ്. മൂന്നാമത്തെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സമചതുരങ്ങളുടെ പരപ്പളവിന്റെ അഥവാ ഏരിയയുടെ ശ്രേണിയാണ്, ഏരിയയുടെ സീക്വൻസ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി എന്ന് പറയുന്നു. എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ലൈക്ക് ദിസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കാൾഡ് എ നമ്പർ സീക്വൻസ്. അപ്പോൾ അടുത്ത ചിത്രത്തിൽ ഇവിടെ നിങ്ങൾക്ക് 4 സമചതുരങ്ങൾ അല്ലെങ്കിൽ 4 സ്ക്വയേഴ്സ് കാണാം. ഇവിടെ ഓരോ സമചതുരത്തിൻ്റെയും വശങ്ങൾ എഴുതിയിട്ടുണ്ട്. 1, 1.5, 2, 2.5. സൈഡുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ചുറ്റളവ് എഴുതിയിട്ടുണ്ട്. ഓരോ സമചതുരത്തിൻ്റെയും പരപ്പളവ് എഴുതിയിട്ടുണ്ട്. അതേപോലെ വികർണം എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റും ഇവ ഓരോന്നും എന്താണ്? സംഖ്യാശ്രേണികളാണ്. ഇവിടെ നമുക്ക് 4 സംഖ്യാശ്രേണികൾ കാണാൻ പറ്റും. അപ്പൊ ഇവ ഓരോന്നും എന്താണ്? നമ്പർ സീക്വൻസ് ആണ്. ഇവിടെ നമുക്ക് 4 നമ്പർ സീക്വൻസുകൾ കാണാൻ പറ്റും അല്ലെ. ഇവിടെ ആദ്യം കാണുന്നത് എന്താണ്? വശത്തിന്റെ സീക്വൻസ് ആണ്, ശ്രേണിയാണ്, സൈഡിന്റെ സീക്വൻസ്. അതേപോലെ ഓരോ സമചതുരത്തിന്റെയും ചുറ്റളവ് ഇവിടെ ഒരു ശ്രേണി എഴുതിയിട്ടുണ്ട്, പെരിമീറ്റർ സീക്വൻസ് ആയി എഴുതിയിട്ടുണ്ട്. അതേപോലെ ഓരോ സമചതുരത്തിന്റെയും പരപ്പളവ് ശ്രേണി എഴുതിയിട്ടുണ്ട്. ഓരോ സ്ക്വയറിന്റെയും ഏരിയ സീക്വൻസ് ആയി എഴുതിയിട്ടുണ്ട്. അതേപോലെ ഓരോ സ്ക്വയറിന്റെയും വികരണം ശ്രേണിയായി എഴുതിയിട്ടുണ്ട്. ഓരോ സ്ക്വയറിന്റെയും ഡയഗണൽ സീക്വൻസ് ആയി എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? സംഖ്യാ ശ്രേണി എന്ന് പറയാം. എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ലൈക്ക് ദിസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കാൾഡ് എ നമ്പർ സീക്വൻസ്. ഇനി നമുക്ക് കുറച്ച് ശ്രേണികളും കൂടി പരിചയപ്പെടാം. നമ്പർ സീക്വൻസിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ അഭാജ്യ സംഖ്യകൾ വലുപ്പമനുസരിച്ച് ക്രമമായി എഴുതിയ ശ്രേണി കാണാം. 2, 3, 5, 7, 11, 13. Prime numbers written in order give the sequence 2, 3, 5, 7, 11, 13. അതേപോലെ 21/37 എന്ന ഭിന്നസംഖ്യയുടെ ദശാംശ രൂപത്തിലെ അക്കങ്ങൾ സ്ഥാനക്രമത്തിൽ എഴുതിയാൽ, ഇപ്പൊ നമ്മൾ 21/37 ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 0.567567567 ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇതിൽ ദശാംശ കഴിഞ്ഞിട്ടുള്ള അക്കങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ശ്രേണിയായിട്ട് എഴുതാൻ പറ്റും. The digits in the decimal form of 21/37 written in order is the sequence 567, 567, 567, etc. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈ അല്ലേ? പൈയുടെ വാല്യൂ എത്രയാണ്? പൈയുടെ വാല്യൂ പൈ is equal to 3.141596 എന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഈ പൈയിലെ സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ 3141596 അല്ലെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശ്രേണിയായിട്ട് എഴുതാൻ പറ്റും. ഇനി നമുക്ക് പല രീതിയിൽ ശ്രേണികളെ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായി 1 അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി അല്ലേ,
സീക്വൻസ് നമുക്ക് പല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 അല്ലെ. അപ്പോൾ ഇവിടെ 1, 11, 21, 31, 41 അല്ല, ഇങ്ങനെ പോകുന്ന ശ്രേണി കാണാം. 1, 11, 21, 31, 41, 51 എക്സെട്ര. അപ്പോൾ ഇതൊരു ശ്രേണിയാണ്. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ശ്രേണികൾ എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ശ്രേണി, അതായത് 1, 11, 21, 31, 41, 51, 61, ഈ ശ്രേണിയുടെ പ്രത്യേകത എന്താണ്? 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് അല്ലെ. 1ൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി, അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. ഇതേ ശ്രേണിനെ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റും. എന്താണ്? 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. ഈ ശ്രേണിയെ നമുക്ക് 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. ഈ സീക്വൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമ്മൾ ഇതിലെ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ഞാനൊരു സംഖ്യ എടുക്കുകയാണ്, 21. 21നെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 21ൽ എത്ര 10 ഉണ്ട്? 2 10 ഉണ്ട് അല്ലേ. 2 10 20, 21. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? ശിഷ്ടം 1 കിട്ടുക. അപ്പോൾ ഇതിൽ ഏത് സംഖ്യേനെ നമ്മൾ 10 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 1 കിട്ടും. അതുകൊണ്ട് ഈ ശ്രേണി നമുക്ക് എന്ത് പറയാം? 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. വശങ്ങളുടെ എണ്ണം, അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ്. Make the following number sequences from the sequence of equilateral triangles, squares, regular pentagon and so on of regular polygons. Number of sides, sum of inner angles, sum of outer angles, one inner angle, one outer angle. ഇവിടെ നമുക്ക് സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം ഇങ്ങനെ 3 ജ്യാമിതീയ രൂപങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, റെഗുലർ, പെന്റഗൺ. അപ്പൊ ആദ്യം ഇവിടെ വശങ്ങളുടെ എണ്ണത്തിന്റെ ശ്രേണി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്, നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ്. അപ്പോൾ സമഭുജ ത്രികോണത്തിന്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് എത്ര വശങ്ങളുണ്ട്? 3 വശങ്ങളുണ്ട് അല്ലെ. 3 സൈഡ്സ് ആണുള്ളത്. അതേപോലെ സമചതുരം എടുത്തു കഴിഞ്ഞാൽ, സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്ര വശങ്ങളുണ്ട്? എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട് അല്ലെ. ഇനി ഇവിടെ ലാസ്റ്റ് കാണുന്നത് ആരാണ്? ഇത് ആരാണ്? സമപഞ്ചഭുജമാണ്, റെഗുലർ പെന്റഗൺ ആണ്. ഇതിന് എത്ര സൈഡ് ഉണ്ട്? 1, 2, 3, 4, 5 അല്ലെ. 5 സൈഡ് ഉണ്ട്. അപ്പോൾ സൈഡ്സിന്റെ സീക്വൻസ് ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞാൽ 3, 4, 5 അതിവിടെ തന്നിട്ടുണ്ട് അല്ലേ. 3, 4, 5 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. 3, 4, 5. നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് 3, 4, 5. ഇനി അടുത്തത് നമ്മളോട് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ ശ്രേണി എഴുതാനാണ്. സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് എഴുതാനാണ്. അപ്പൊ ഇന്നർ ആംഗിൾസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ സമഭുജ ത്രികോണത്തിന്റെ ഓരോ കോണുകളും, ഓരോ ആംഗിളും നമ്മൾ കൂട്ടിയാൽ എത്ര കിട്ടും? ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സമഭുജ ത്രികോണത്തിന്റെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ആംഗിളുകളെല്ലാം തുല്യമാണ്. അത് എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ് അല്ലെ. ഇതൊക്കെ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 3 കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 60ഉം 60ഉം 120, 120ഉം 60ഉം എത്രയാണ്? 180 എന്ന് കിട്ടും അല്ലെ. 180 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് ആരാണ്? അടുത്തത് സമചതുരമാണ്. അതായത് ആരാണ്? സ്ക്വയർ അല്ലെ. സ്ക്വയറിന്റെ അകക്കോണ്, ഇന്നർ ആംഗിൾ നമുക്ക് എല്ലാവർക്കും അറിയാം 90 ഡിഗ്രിയാണ്. ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ എല്ലാ 90 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? 90 കൂട്ടണം 90 എത്രയാണ്? 180. 180ഉം 90ഉം 270, 270ഉം 90ഉം എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഇനി അതേപോലെ ഇവിടെ ആരുണ്ട്? ലാസ്റ്റത്തെ ആരാണ്? സമപഞ്ചഭുജം, റെഗുലർ പെന്റഗൺ ആണ് അല്ലെ. ഇതിലെ ഒരു അകക്കോണ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 108 ഡിഗ്രിയാണ് അല്ലെ. 108 ഡിഗ്രിയാണ്. ഇത് 108 ഡിഗ്രിയാണ്. എല്ലാം എന്താണ്? 108, 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രിയാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ ഈ 5 108 ഡിഗ്രി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 540 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാകാത്തൊരു ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് 60 കൂട്ടണം 60 ചെയ്തപ്പോഴാണ് എത്ര കിട്ടിയത്? 180 ഇവിടെ കിട്ടിയത്. പിന്നെ 90 കൂട്ടണം 90 ചെയ്തപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 360 കിട്ടിയത്. രണ്ടാമത്തെ ചിത്രത്തിലെ അകക്കോണുകളുടെ തുക കിട്ടിയത്. ഇനി അടുത്തത് 5 കോണുകളുണ്ട്. ഏതൊക്കെയാണ്? 108 അല്ലേ? അപ്പോൾ ഇത് 5 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? 540 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്? അകക്കോണുകളുടെ തുകയുടെ ശ്രേണി കിട്ടിയത്. അപ്പോൾ അകക്കോണുകളുടെ തുകയുടെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 180 360 540 എത്രയാണ് വരിക? 180 360 540 is the sequence of sum of inner angles. അല്ലെങ്കിൽ വേറെ രീതിയിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? അകക്കോണുകളുടെ തുക കാണാൻ പറ്റും. ഒരു ബഹുഭുജത്തിന്റെ സൈഡ് n ആണെങ്കിൽ, ഒരു റെഗുലർ പോളിഗന്റെ സൈഡ് n ആണെങ്കിൽ അകക്കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഒരു സമവാക്യം ഉണ്ട്. എന്താണ്? n-2 × 180. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? n-ന് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 180 കിട്ടും, n-ന് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 360 കിട്ടും, n-ന് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 540 കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അകക്കോണുകളുടെ തുകയുടെ ശ്രേണി ഇവിടെ കാണുന്നുണ്ട്. 180 360 540. സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ് 180 360 540. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് പറയുന്നത് പുറംകോണുകളുടെ തുക, സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് ഏതാണ്? എന്താണ് പുറംകോൺ എന്ന് പറഞ്ഞാൽ? പുറത്തുള്ള ഈ കോണിനാണ് നമ്മൾ പുറംകോൺ എന്ന് പറയുക അല്ലേ? അപ്പോൾ ഈ കോൺ എത്രയാണ്? ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇവിടെ മൊത്തം എത്രയാണ് വരിക? മൊത്തം 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ ഇവിടെ 60 പോയി, ബാക്കി ഇവിടെ എത്ര ഉണ്ടാവും? 180 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഉണ്ടാവുക? 180 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ 120 ഡിഗ്രി ഉണ്ടാവും. അതേപോലെ അടുത്ത പുറംകോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അല്ല, ഇവിടെയും 180 നിന്ന് 60 കുറച്ച് കഴിഞ്ഞാൽ 120 ഡിഗ്രി ഉണ്ടാവും. ഇനി അടുത്ത പുറംകോൺ ഇതാണ് അല്ല, ഇവിടെയും എത്രയാണ് വരിക? 120 ഡിഗ്രി എന്നാണ് വരിക. അപ്പോൾ നമ്മൾ ആ 120കളെല്ലാം കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 120 കൂട്ടണം 120 അല്ലെ? എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ, അതായത് സമഭുജ ത്രികോണത്തിലെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിലെ പുറംകോണുകളുടെ തുക എന്താണ്? 360 ആണ്. ഇനി നമുക്ക് അടുത്ത ഡയഗ്രാം നോക്കാം. അടുത്ത ഡയഗ്രാം ആരാണ്? സമചതുരമാണ്, സ്ക്വയർ ആണ്. ഇതിലെ പുറംകോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഈ പുറംകോൺ എത്രയാണ്? ഇതും 90 ഡിഗ്രിയാണ്. ഈ പുറംകോൺ എത്രയാണ്? ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ എല്ലാ ഔട്ടർ ആംഗിൾസും എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 90 + 90 + 90 + അല്ലേ, ആ 4 90 കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? അപ്പോഴും നമുക്ക് 360 ആണ് കിട്ടുക അല്ലെ? 360 എന്ന് കിട്ടും. ഇനി അടുത്തത് ആരാണ്? അടുത്തത് സമപഞ്ചഭുജം, റെഗുലർ പെന്റഗൺ ആണ്. ഇതിന്റെ പുറംകോൺ നോക്കാം അല്ലെ. ഇവിടെ 108 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? 72 ആണ് വരിക. കാരണം മൊത്തം 180 ആണ്. അപ്പം 180 നമ്മൾ 108 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 72 ആണ് കിട്ടുക. ഇവിടെ എത്രയാണ് വരിക? ഇവിടെയും 72 ആണ് വരിക. ഇവിടെ എത്ര വരിക? ഇവിടെയും 72 ആണ് വരിക. അപ്പോൾ എല്ലാ പുറംകോണും എത്ര ഡിഗ്രിയാണ്? 72 ഡിഗ്രിയാണ്. എല്ലാ പുറംകോണും എത്രയാണ്? 72 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ 72 കൂട്ടണം 72 കൂട്ടണം 72 കൂട്ടണം 72 കൂട്ടണം അങ്ങനെ 5 72 ഉണ്ട് അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? 360 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ 360 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണ്? ഈ 3 ചിത്രത്തിലും പുറംകോണുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ, 3 ചിത്രത്തിലും പുറംകോണുകൾ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 360 ആണ്. ഒന്നാമത്തെ ചിത്രത്തിൽ പുറംകോണുകൾ കൂട്ടിയാൽ 360, രണ്ടാമത്തേലും 360, അടുത്തതിലും 360. പുറംകോണുകളുടെ തുകയുടെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 360. മനസ്സിലാവുന്നുണ്ടോ പറയണത്? അതായത് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എടുത്താൽ എത്രയാണ്? 360 ആണ്. സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എടുത്താലും 360 ആണ്. റെഗുലർ പെൻറ്റഗൺ എടുത്തിട്ട് അതിൻ്റെ ഔട്ടർ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 360 ആണ്. അപ്പോൾ അവിടുത്തെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 360. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു അകക്കോണിന്റെ അളവിന്റെ ശ്രേണി.
വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് എഴുതാനാണ്. അത് വളരെ ഈസിയാണ്, ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ. ഫസ്റ്റ് ആരാണ്? സമഭുജ ത്രികോണം ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഒരു അകക്കോണം എന്താണ്? ഒരു ഇന്നർ ആംഗിൾ എന്താണ്? 60 ആണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് നമ്പർ എന്താണ്? ഫസ്റ്റ് 60. ഇനി അടുത്തത് ആരാണ്? സമചതുരം സ്ക്വയർ. ഇതിന്റെ ഒരു അകക്കോണം എന്താണ്? ഇന്നർ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി അല്ലെ, 90 ഡിഗ്രി. ഇനി അടുത്തത് ആരാണ്? സമപഞ്ചഭുജം റെഗുലർ പെന്റഗൺ. ഇതിന്റെ ഒരു അകക്കോണം എന്താണ്? 108 ഡിഗ്രി അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അകക്കോണിന്റെ അളവിന്റെ ശ്രേണി കിട്ടി അല്ലെ. വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് കിട്ടി. എത്രയാണ്? 60, 90, 108, 108. അടുത്ത എന്താണ്? ഒരു പുറംകോണിന്റെ അളവിന്റെ ശ്രേണി എഴുതാനാണ്. വൺ ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ് എഴുതാനാണ്. ഇതും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിവിടെ കിട്ടും അല്ലെ. നമുക്കിവിടെ കാണാൻ പറ്റില്ല. ഇവിടെ എത്രയാണ് പുറംകോണ്? 120 ഡിഗ്രി. ഇവിടേക്ക് എത്രയാണ് പുറംകോണ്? ഇതൊക്കെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇവിടെ പുറംകോണ് എത്രയാണ്? 72 ഡിഗ്രിയാണ്. അപ്പോൾ പുറംകോണിന്റെ അളവിന്റെ ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120, 90, 72. ഒരു പുറംകോണിന്റെ അളവിന്റെ ശ്രേണി എന്ന് പറഞ്ഞാൽ 120, 90, 72. ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120, 90, 72. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക അല്ലെ. ഇവിടെ കുറെ പൊട്ടുകൾ വെച്ചിട്ട് ത്രികോണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ത്രികോണങ്ങളിൽ എത്ര പൊട്ടുകൾ ഉണ്ടെന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ഈച്ച്? കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് ഡോട്ട്സ് നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ്. ഇപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം 3 ഡോട്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഡോട്ട്സിന്റെ എണ്ണം, പൊട്ടുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അടുത്ത ചിത്രത്തിൽ ആ 3 ഡോട്ട് കഴിഞ്ഞിട്ട് പിന്നെ 3 പൊട്ടുകൾ കൂട്ടിക്കണം അല്ലെ. 3 പൊട്ടുകൾ കൂട്ടുമ്പോൾ എത്ര ആവും? ഇതിൽ 3, 4, 5, 6 വരും. ഇനി അടുത്ത ത്രികോണം ശ്രദ്ധിച്ചോ. ഈ രണ്ടാമത് വരച്ചിരിക്കുന്ന 1, 2, 3, 4, 5, 6 ഇതിന്റെ അടിയിൽ ഒരു 4 കൂടെ ആഡ് ചെയ്യണം. 7, 8, 9, 10. അപ്പോൾ ഇവിടെയുള്ള പൊട്ടുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ചിത്രത്തിലെ ഓരോ ചിത്രത്തിലെയും പൊട്ടുകളുടെ എണ്ണം, ഡോട്ടുകളുടെ നമ്പർ നമ്മൾ എഴുതി. എത്രയാണ്? 3, 6, 10. ഇനി ചോദിക്കുന്നത് തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ ഓരോ ത്രികോണങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് തൊട്ട് മുമ്പുള്ള ത്രികോണം നമ്മൾ എഴുതുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഒന്നാമത്തെ വരിയിൽ ഒരു പൊട്ട്, രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം, മൂന്നാമത്തെ വരിയിൽ 3 ഡോട്ട്, നാലാമത്തെ വരിയിൽ 4 എണ്ണം. ഇനി അടുത്തത് അഞ്ചാമത്തെ വരി എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഡോട്ട് ഉണ്ടാവും? എത്ര പൊട്ടുകൾ ഉണ്ടാവും? 5 എണ്ണം ഉണ്ടാവും അല്ലേ. 2, 3, 4, 5. അപ്പോൾ ഇവിടെ മൊത്തം എത്ര പൊട്ടുകളുണ്ട്? 10ഉം 5ഉം 15. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇത് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു വരിയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇവിടെ എത്ര വരിയുണ്ട്? 1, എത്ര വരിയുണ്ട്? 1, 2, 3, 4, 5. ഇനി ഒരു വരിയും കൂടെ വേണം, 6ാമത്തെ വരിയാണ്. അപ്പോൾ എത്ര ഡോട്ട്സ് അവിടെ ആഡ് ചെയ്യണം? 6 ഡോട്ട്, 6 പൊട്ടുകൾ ആഡ് ചെയ്യണം. അപ്പോൾ 1, 2, 3, 4, 5, 6. അപ്പോൾ നമ്മളിവിടെ എണ്ണാണെങ്കിൽ എത്ര കിട്ടും? 15ഉം 6ഉം. 15ഉം 6 എത്രയാണ്? 15ഉം 6ഉം 21. ഇനി അടുത്ത ത്രികോണത്തിലെ പൊട്ടുകളുടെ എണ്ണം കണക്കാക്കാൻ നമുക്ക് വരക്കാതെ തന്നെ കണ്ടുപിടിക്കാം. എങ്ങനെ വരക്കാതെ കണ്ടുപിടിക്കുക? ഇവിടെ നിങ്ങൾ നോക്കൂ. ഏറ്റവും ആദ്യത്തെ വരിയിൽ ഒരു പൊട്ടാണ് അല്ലെ. രണ്ടാമത്തെ വരിയിൽ 2. അങ്ങനെ 1ഉം 2ഉം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 3 കിട്ടുക. ഇനി അടുത്ത ചിത്രത്തിൽ നോക്കൂ. ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, അടുത്ത വരിയിൽ 3. അങ്ങനെ 1ഉം 2ഉം 3ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കൂ. ആദ്യത്തെ വരിയിൽ ഒരു പൊട്ട്, രണ്ടാമത്തെ വരിയിൽ 2 ഡോട്ട്, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4. അപ്പോൾ ഇവിടെ 1ഉം 2ഉം കൂട്ടിയാൽ 3, 3, 3, 6, 6, 4, 10 എന്ന് കിട്ടും അല്ലേ. അങ്ങനെ അതേപോലെ ഇവിടെ വരുന്ന സമയത്ത് 1 കൂട്ടണം, 2 കൂട്ടണം, 3 കൂട്ടണം, 4 കൂട്ടണം, 5 അല്ലേ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 1, 2, 3, 3, 3, 6, 6, 4, 10, 15.
ഇനി ഇവിടെ അതേപോലെ നമ്മൾ എന്താണ് ഓരോ വരിയിൽ ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2 പൊട്ട്, മൂന്നാമത്തെ വരിയിൽ 3 പൊട്ട്, നാലാമത്തെ വരിയിൽ 4 പൊട്ട്, 5, 6 അല്ലെ 6 ഡോട്ട് ഇങ്ങനെ വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 21 കിട്ടും. അപ്പം ഇനി അടുത്ത ത്രികോണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് കൂട്ടിയാൽ മതി? 21ൻ്റെ കൂടെ 7 കൂട്ടിയാൽ മതി. 21ൻ്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയാണ്? 28 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. എന്താ പറയുന്നത്? റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അപ്പോൾ നമ്മളോട് ഇവിടെ 2 സീക്വൻസ് 2 ശ്രേണികൾ എഴുതാനാണ് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പോൾ ഏതൊക്കെ സംഖ്യകളെയാണ് നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരിക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 റിമൈൻഡർ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് 3ൻ്റെ മൾട്ടിപ്പിൾസ്, 3ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? 3ൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, 6 അല്ലേ? അത് 3ൻ്റെ ഗുണന പട്ടിക അറിയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പറയാം അല്ലേ? 1 3 3, 2 3 6, 3 9, 4 3 12 അല്ലേ? 3 15. അപ്പോൾ ഇവിടെ ഈ കാണുന്ന 3, 6, 9, 12, 15 ഇതൊക്കെ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇതിനൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും അല്ലേ? റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അല്ലേ നമുക്ക് 3 9 എത്രയാണ്? 0 ആണ് വരിക. ശിഷ്ടം 0 ആണ് വരിക. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിൽ ഏത് സംഖ്യ എടുത്തിട്ട് 3 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം 0 ആണ് വരിക. നമ്മുടെ 3ൻ്റെ മൾട്ടിപ്പിൾസ് 3ൻ്റെ ഗുണിതങ്ങൾ ഏതാണ്? 3, 6, 9, 12, 15 ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ ഈ ശ്രേണിയിൽ ഇത് 3ൻ്റെ ഗുണിതങ്ങളുടെ 3ൻ്റെ മൾട്ടിപ്പിൾസിൻ്റെ ശ്രേണിയാണ്. ഈ ശ്രേണിയിലെ ഏത് നമ്പറിനെയും നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ അല്ലേ? 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുക? ശിഷ്ടം 0 ആണ് കിട്ടുക. അപ്പോൾ ശിഷ്ടം 1 കിട്ടുന്ന ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അതിന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? 3ൻ്റെ കൂടെ നിങ്ങൾ 1 കൂട്ടുക. 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? 3ൻ്റെ കൂടെ കൂട്ടി കഴിഞ്ഞാൽ 4, 6ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 7, 9ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 10, 12ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 13, 15ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 16 അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ഇതിനെ 3 കൊണ്ട് ഹരിച്ചാൽ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം എത്ര കിട്ടുക? 1 കിട്ടുക. ഇവിടെ ഇംഗ്ലീഷ് മീഡിയക്കാർ മനസ്സിലാക്കുക, ഇവിടെ ഹരിച്ചാൽ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുക, ശിഷ്ടം എന്ന് പറയുമ്പോൾ റിമൈൻഡർ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ശ്രേണി. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ ഓരോന്ന് കൂട്ടി എഴുതാണ്. 5, 7ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 8, 10ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 11, 13ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 14, 16ൻ്റെ കൂടെ കൂട്ടിയാൽ 17. ഇനി ഞാനിതിൻ്റെ താഴെ എഴുതാണ്. 5ൻ്റെ കൂടെ 1 കൂട്ടാണ് 6, 8ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 9, 11ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 12, 14ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 15, 17ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 18 അല്ലേ? 6ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ എത്രയാണ്? 7, 9ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 10, 12ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 13, 15ൻ്റെ കൂടെ 1 കൂട്ടി കഴിഞ്ഞാൽ 16, 18ൻ്റെ കൂടെ കൂട്ടി 19. അപ്പോൾ ഇങ്ങനെ ശ്രേണി എഴുതാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട അത്രേ ഉള്ളൂ. ഇതിനൊക്കെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം കിട്ടുക. ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താണ്? 0 ആണ്. ഇവിടെ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം കിട്ടുക എത്രയാണ്? നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 3 ആണ്. ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക? 3ൻ്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് ചെയ്താൽ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഓരോന്ന് കൂട്ടുന്ന കഴിഞ്ഞാൽ ശിഷ്ടം 1 കിട്ടും. ഈ 2 വെച്ച് കൂട്ടുകയാണെങ്കിൽ ശിഷ്ടം 2, 3 വെച്ച് കൂട്ടുകയാണെങ്കിൽ ശിഷ്ടം 3. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസറായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 4, 7, 10,
13, 16, 5, 8, 11, 14, 15. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1, 6 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. എന്താ പറയണത്? റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 or 6 ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 2 other ways. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ശ്രേണി സീക്വൻസ് എഴുതാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ പറയുന്നുണ്ട് എന്താണ്? 1, 6 എന്നീ അക്കങ്ങളിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ. അപ്പോൾ 1-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ്? 1 തന്നെയാണ്. 6-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. പിന്നെ 1-ൽ അവസാനിക്കുന്ന മറ്റൊരു സംഖ്യയാണ് 11 അല്ലേ? ഇവിടെ 1-ലാണ് എൻഡ് ചെയ്യണത്. പിന്നെ 6-ൽ അവസാനിക്കുന്ന അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 അല്ലേ? 1-ലാണ് എൻഡ് ചെയ്യണത്. അടുത്ത എത്ര ആയിരിക്കും വരിക? 26. അടുത്തെന്താ വരിക? 31, 36. അപ്പോൾ ഇങ്ങനെയാണ് ഈ ശ്രേണി, ഈ സീക്വൻസ് വരിക അല്ലേ? അപ്പോൾ ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. ഇത് എൻഡ് ചെയ്യണത് എങ്ങനെയാണ്? എൻഡ് ചെയ്യണത് 1-ൽ അല്ലെങ്കിൽ എന്തിലാണ്? 6-ലാണ്. ഇനി നമ്മളോട് പറയണത് ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. അവിടെ നിങ്ങൾ നോക്കൂ, ഈ 1ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5ൻ്റെ വ്യത്യാസമാണ് അല്ലേ? 6-ന്ന് 1 കുറച്ചാൽ 5ആണ്. 6 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അതേപോലെ ഈ 6ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം ഇതും 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ടേമുകൾ അടുത്തടുത്തുള്ള നമ്പേഴ്സുള്ള തമ്മിലുള്ള വ്യത്യാസം എടുത്തു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 5ആണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഈ ശ്രേണിയെ ഇങ്ങനെ പറയാം. എന്താണ്? 1 മുതൽ 5 വീതം കൂടി വരുന്ന സംഖ്യകളുടെ ശ്രേണി. 1 മുതൽ 5 വീതം കൂടി വരുന്ന സംഖ്യകളുടെ ശ്രേണി. അതായത് 1ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് വരുന്ന സംഖ്യകളുടെ നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണിത്. ഇനി നമുക്കിതിനെ വേറെ രീതിയിൽ പറയാം. എന്താണ്? ഇതിലെ ഏത് നമ്പേഴ്സ്, ഈ സീക്വൻസിലെ ഏത് നമ്പേഴ്സ് എടുത്താലും അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? 5 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അപ്പോൾ 6-നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ അല്ലേ? 5. അപ്പോൾ ഇവിടെ എന്താണ്? ശിഷ്ടം വന്നത്. ശിഷ്ടം 1ആണ്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1ആണ്. അപ്പോൾ ഇതിൽ ഏത് നമ്പർ എടുത്താലും നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കും. 21-നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 4, 20. അപ്പോഴും എന്താണ്? ശിഷ്ടം എന്താ കിട്ടിയത്? 1ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. ഈ ശ്രേണി എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകളുടെ സീക്വൻസ് ആണിത്. ഓക്കെ. അപ്പോൾ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ നമ്മൾ സീക്വൻസ് എഴുതി, ശ്രേണി എഴുതി. ഈ ശ്രേണിയെ 2 തരത്തിൽ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? 1 മുതൽ 5 വീതം കൂടി വരുന്ന സംഖ്യകളുടെ ശ്രേണി. 1-ൽ സ്റ്റാർട്ട് ചെയ്ത് 5 ആഡ് ചെയ്ത് വരുന്ന സംഖ്യകളുടെ സീക്വൻസ്. പിന്നെ എന്താ പറഞ്ഞത്? 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ശ്രേണി. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ 5. 5-ാമത്തെ ക്വസ്റ്റ്യൻ. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ നിന്നും ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകുന്നു. ഓരോ സെക്കൻഡിലും ടാങ്കിൽ മിച്ചമുള്ള വെള്ളം എത്രയാണ്? ഒരു ശ്രേണിയായി എഴുതുക. എന്താ പറയുന്നത്? എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write the number as a sequence. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ്, ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ എന്തുണ്ട്? നിറയെ വെള്ളമുണ്ട് അല്ലേ? അപ്പോൾ ഈ ടാങ്കിൽ നിറയെ വെള്ളമുണ്ട്. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് എന്ത് ചെയ്യാണ്? ഈ ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്? വെള്ളം പുറത്തോട്ട് ഒഴുകുന്നുണ്ട് അല്ലേ? വെള്ളം എന്ത് ചെയ്യാണ്? പുറത്തോട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇതിൽ ആദ്യം എത്ര വെള്ളം ഉണ്ടായിരുന്നു? 1000 ലിറ്റർ 1000 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു. ഇനി ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് പുറത്തേക്ക് ഒഴുകുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ എത്ര ഉണ്ടായിരുന്നു? 1000 ലിറ്റർ ഉണ്ടായിരുന്നു അല്ലേ? ഇനി ഒരു സെക്കൻഡ് കഴിയുമ്പോൾ എത്ര ഉണ്ടാവും? ആ 1000 നിന്ന് എത്ര കുറയും? 1000 ലിറ്ററിൽ നിന്ന് 5 ലിറ്റർ കുറയും അല്ലേ? 1000 ലിറ്ററിൽ നിന്ന് 5 ലിറ്റർ കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 995 ലിറ്റർ. ഇനി എത്ര ഉള്ളത്? 995 ലിറ്റർ ഉള്ളത്. അടുത്ത ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ആ 995 ലിറ്ററിന്
വീണ്ടും 5 ലിറ്റർ കുറയും. അപ്പോൾ എത്ര ആവും? അപ്പോൾ 990 ലിറ്റർ ആവും. ഇനി വീണ്ടും 5 സെക്കൻഡ് കഴിയുമ്പോൾ 990 ലിറ്ററിന് വീണ്ടും 5 ലിറ്റർ കുറയും. അപ്പോൾ എത്ര ആവും? 985 ലിറ്റർ ആവും. അപ്പോൾ വളരെ സിമ്പിളാണ്. 1000 കുറച്ച് വന്നാൽ മതി. അപ്പോൾ 1000 കുറക്കുമ്പോൾ എത്ര കിട്ടും? 1000 5 കുറച്ച് കഴിഞ്ഞാൽ 995 കിട്ടും. വീണ്ടും അതിന് 5 കുറക്കുന്നു. അപ്പോൾ ഓരോ സെക്കൻഡിൽ 5 ലിറ്റർ കുറഞ്ഞ് വരികയാണ്. അത് നമ്മളോട് എന്ത് ചെയ്യാണ്? ഒരു സീക്വൻസ് ആയിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്, ഒരു ശ്രേണിയായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല എന്താണ്? 1000, 995, 990, 985 എന്നാണ് നമ്മൾ സീക്വൻസ് വരിക. അപ്പോൾ ശ്രേണി എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? എങ്ങനെയാണ് വരിക? ഫസ്റ്റ് 1000 അല്ലേ, പിന്നെ അതിന് കുറഞ്ഞു 5 ലിറ്റർ കുറഞ്ഞപ്പോൾ 995, ഇത് വീണ്ടും 5 ലിറ്റർ കുറഞ്ഞപ്പോൾ 990, വീണ്ടും 5 ലിറ്റർ കുറയണ 985 അല്ലേ, വീണ്ടും 5 ലിറ്റർ കുറയണ 980, 975, 970 ഇങ്ങനെ പോകും.